ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് 10 രൂപയുടെ പാരച്ചൂട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 10ൽ പരം ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ ലിഡ് നല്ല പോലെ ടൈറ്റാണ്. അപ്പോൾ മക്കളൊക്കെ ചൂട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ ടൈറ്റ് ആണെങ്കിൽ മക്കൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ നല്ല പാടായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ തട്ടിയിട്ടൊക്കെയാണ് അത് തുറന്നെടുക്കാറുള്ളത്. എന്നാൽ അതൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ടൈറ്റായിട്ട് ലിഡുള്ള ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് ആദ്യത്തെ ടിപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ലഞ്ച് ബോക്സിൽ ഫുഡൊക്കെ ആക്കിയതിന് ശേഷം ലഞ്ച് ബോക്സിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഓരോ ഭാഗത്ത് 4 സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ടൈറ്റായിട്ടുള്ള ലിഡാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കരുത്. കയ്യിലൊന്ന് ആക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ 4 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ലിഡൊക്കെ വെച്ചിട്ട് നമ്മൾ അടച്ചെടുക്കുകയാണെങ്കിലും തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കത് തുറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അതേപോലെ ഫുഡൊന്നും ആക്കിയിട്ടില്ല, എന്നാലും വെളിച്ചെണ്ണയ്ക്ക് ആക്കിയതിന് ശേഷം ഞാനിത് അതേപോലെ മുറുക്കി തന്നെ അടച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് മുട്ടയോ അതല്ലെങ്കിൽ പ്രസ് ചെയ്യൊന്നും വേണ്ട. ഇത് കണ്ടില്ലേ, നല്ല പോലെ ഞാൻ മുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തുറന്നെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തന്നെ ഇത് തുറക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ്. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് എടുക്കാതെ വെച്ചിട്ടുള്ള ഷൂ ആണ്. ഇതിൻ്റെ പുറമേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ പൊടി അഴുക്കൊക്കെ ഉണ്ട്. കളറൊക്കെ നല്ല രീതിയിൽ തന്നെ മങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ പോകാനൊക്കെ ആയിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് കഴുകാനൊന്നും ടൈമില്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോക്സാണ് എടുത്തിട്ടുള്ളത്. പഴയൊരു സോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സോക്സിലേക്ക് ഞാൻ 3-4 ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷൂ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നല്ല പോലെ നമുക്കത് ഗ്ലേസിങ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷൂ തന്നെ 2 പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, തുടച്ചതും തുടക്കാത്തതും തമ്മിലുള്ള മാറ്റം. അപ്പോൾ എത്ര അഴുക്കായിട്ടുള്ള ഷൂ ആണെങ്കിലും പെട്ടെന്ന് നമ്മളൊരു വഴിക്കൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു ഷൂ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഷൂ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ ക്ലീൻ ചെയ്ത ഷൂവും ക്ലീൻ ചെയ്യാത്ത ഷൂവും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല ഒരു കളർ എനിക്ക് ആ തുടച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെ രണ്ടാമത്തവും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 ഷൂവും തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ എനിക്ക് ഗ്ലേസിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തണുപ്പ് കാലത്ത് ഒട്ടുമിക്ക ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചുണ്ട് ഇതേപോലെ വലിഞ്ഞ് മുറുകി പൊട്ടുക എന്നുള്ളത്. പൊട്ടിയിട്ട് ചില ആളുകൾക്ക് മുറിവൊക്കെ ആവാറുണ്ട്. മാത്രമല്ല അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ചുണ്ടൊക്കെ നല്ല പോലെ ഒരു വലിഞ്ഞ് മുറുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ്. കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കൈവിരലിലാക്കിയതിന് ശേഷം ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വലിഞ്ഞ് മുറുക്ക് നമുക്ക് ഒഴിവായിട്ട് കിട്ടും കേട്ടോ. കുക്കറിൽ കറി വെക്കുമ്പോൾ വിസിൽ വരുന്ന സമയത്ത് കറിയൊക്കെ പുറത്തേക്ക് ഒലിച്ചിട്ട് ഈ ഒരു ലിഡിൻ്റെ പുറം ഭാഗത്തൂടെ ഒഴുകി താഴോട്ട് വരാറുണ്ട്. ആകെ ഗ്യാസ് സ്റ്റവ് ആയാലും ഈ ഒരു ലിഡായാലും ആകെ വൃത്തികേടാവാറുണ്ട് ഇതുപോലെ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ്. ഇതേപോലെ പ്രഷർ കുക്കറിൻ്റെ ലിഡ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് തന്നെയാണിത്. സാധാരണ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതേപോലെ ഈ ഒരു വശത്തും കുറച്ച് വെളിച്ചെണ്ണയെന്ന് ആക്കി കൊടുക്കും. അതേപോലെ ഈ ഒരു മൂടിയുടെ പുറം ഭാഗം ഉണ്ടല്ലോ, വിസിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇവിടെ ഞാൻ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ലൊരു റിസൾട്ടുള്ള ടിപ്പ് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ കറി പുറത്തേക്ക് ഒലിച്ച് വൃത്തികേടാവില്ല കേട്ടോ. ഞാനൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു പ്ലേറ്റും ഇതെല്ലാം ബർണറും എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൗവിൽ അവിടെ എവിടെയായിട്ട് കറിയുടെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു സോക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ആ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന്
തുടച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തുടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗത്തുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് പോയി കിട്ടും കേട്ടോ. ആ ഒരു പ്ലേറ്റും ഞാൻ ആ ഒരു സോക്സ് വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗത്തായിട്ട് കറി പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ സോക്സ് വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് മുഴുവനായിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ സൈഡും ഞാൻ ഇതേ രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. സോക്സിൽ അത്യാവശ്യം അഴുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഗ്യാസ് സ്റ്റൗവ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പുതുപുത്തനാക്കി എടുക്കാനും പറ്റും. അടുത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മൾ ചക്കയൊക്കെ നന്നായി കഴിഞ്ഞാൽ കത്തിയിലും കയ്യിലൊക്കെ നല്ല രീതിയിൽ തന്നെ വളഞ്ഞി ആവാറുണ്ട്. ചില ചക്കക്കൊക്കെ വളഞ്ഞി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് പാടാണല്ലേ. മണ്ണെണ്ണ ആക്കി കൊടുത്താലും പോകും, പക്ഷെ മണ്ണെണ്ണ ആകുമ്പോൾ നമ്മളത് പിന്നീട് ആ മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടാവും. എന്നാൽ ഒട്ടും സ്മെല്ലില്ലാതെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് വളഞ്ഞി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം കത്തിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. കത്തിയുടെ 2 ഭാഗത്തും വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇതേപോലെ കത്തിയുടെ 2 സൈഡിലും ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കത്തിയിലുള്ള വളഞ്ഞൊക്കെ നമുക്ക് പോയി കിട്ടും. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കത്രികയാണ്. ഇതേപോലെ മെഷീൻ കത്രികയൊക്കെ ചില സമയത്ത് നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ട്, അതല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് വരാറുണ്ട്. തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല പാടായിരിക്കും. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. കത്രികയിൽ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ലൂസായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടൈറ്റ് മാറിക്കിട്ടും. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഏത് തുണിയും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് തിരക്ക് പിടിച്ച പണീൻ്റെ ഇടയിൽ നമുക്ക് നല്ല പാടാണല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനായിട്ട് നമ്മുടെ ഉമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഇതേപോലെ വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ ഓരോ അല്ലികളായിട്ടൊന്ന് അടർത്തി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. അതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അതിന് കത്തിയൊന്നും വേണ്ട. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തൊലിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ ഒത്തിരി പണികൾ നമുക്ക് എളുപ്പത്തിൽ തീർക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കായയാണ്. ഇതുപോലെയുള്ള പച്ചക്കായ അതല്ലെങ്കിൽ കൂർക്ക പോലെയുള്ള ഐറ്റംസൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കറ പിടിച്ച് വൃത്തികേടാവാറുണ്ട്. എന്നാൽ ഒട്ടും കറ പിടിക്കാതെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഇതേപോലെയുള്ള ഐറ്റംസ് നന്നാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം 2 കൈയിലും പുറം ഭാഗത്തും ഉൾവശത്തും ഒക്കെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഒത്തിരി നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടും കറയുണ്ടാവില്ല കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു ചീർപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു ചീർപ്പിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. കാച്ചിയ വെളിച്ചെണ്ണയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അത് നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചീർപ്പിൽ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഇതാ ചീർപ്പിൻ്റെ 2 സൈഡിലും വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് മുടിയൊക്കെ പാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എണ്ണ തേക്കുന്നതിന് പകരം ചീർപ്പിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ മാത്രം മതി. മാത്രമല്ല പാറി നിൽക്കുന്ന മുടി നമുക്ക് നല്ല രീതിയിൽ ഒതുങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോയിൽ ചിലരെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.